ഡിയേഴ്സ്, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ എല്ലാവരും പഠിച്ചിട്ടില്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചേ? ഒന്ന് ഓർത്ത് പറഞ്ഞേ, എന്തൊക്കെയാണ് പഠിപ്പിച്ചേ കഴിഞ്ഞ ക്ലാസ്സിൽ? അതന്നെ, എന്താ ആ ഷെല്ലുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ആ ഷെല്ല്, ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞേ? പീരിയോഡിക് ടേബിൾ പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ടാ? ഓക്കെ, ആ പീരിയോഡിക് ടേബിൾ പഠിക്കാനുള്ള എളുപ്പമാർഗം, ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാ എലമെന്റ്സും കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഷെല്ലിൻ്റെ ഉള്ളിലും സബ് ഷെല്ലുകളുണ്ട്. ആ സബ് ഷെല്ലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സബ് ഷെല്ലിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്ന് പറയാട്ടോ. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സുകൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. മുൻപ് പറഞ്ഞിട്ടുണ്ട് 4 ഷെല്ലുകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിന്റെ പേരെന്താ ഒന്ന് പറഞ്ഞേ? എന്താ ഒന്നാമത്തെ ഷെല്ലിന്റെ പേര്? അതന്നെ, എന്താ? കെ. കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഷെല്ലിന്റെ പേരെന്താ? എൽ അല്ലേ? മൂന്നാമത്തെ ഷെല്ലിന്റെ പേരെന്താ? എം. നാലാമത്തെ ഷെല്ലിന്റെ പേരെന്താ? എൻ. ഓക്കെ, കറക്റ്റ്. അപ്പൊ എല്ലാവരും പഠിച്ചിട്ടൊക്കെ ഉണ്ട്, നല്ല കുട്ടികളാണ്. ഓക്കെ, അപ്പൊ നോക്കാം. KLMN. ഓക്കെ അല്ലേ? നോക്കാം. കെ ഒന്നാമത്തെ ഷെല്ലല്ലേ? കെയിൽ എത്ര ഇലക്ട്രോണിനെ കൊള്ളാൻ പറ്റും മാക്സിമം? നമ്മൾ പഠിച്ചത് എത്രയാ പറയൂ? നമ്മൾ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 2n² എന്നൊക്കെ വിചാരിച്ച് ഇല്ലേ? അപ്പൊ ഒന്നാമത്തെ ഷെല്ല് 2 ഇലക്ട്രോൺ അല്ലേ? പിന്നെ രണ്ടാമത്തെ ഷെല്ലോ എൽ ഷെല്ല് എത്ര ഇലക്ട്രോണെ കൊള്ളുന്ന പഠിച്ചേ? എത്രയാ? അതന്നെ, 8. ഓക്കെ അല്ലേ? എത്ര ഇലക്ട്രോണെ കൊള്ളുന്ന? 8. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ നമുക്ക് എത്രയാ? 18. കറക്റ്റ്. നാലാമത്തെ എല്ലാവരും ഒന്ന് വിളിച്ചു പറഞ്ഞേ. നാലാമത്തെ എത്ര കൊള്ളുന്നു? ഒന്ന് വിളിച്ചു പറയേ. എത്രയാ നാലാമത്തെ? എത്ര കൊള്ളും? ഓർമ്മ ഉണ്ടോ നോക്കട്ടെ? 32. കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. നോക്കാം. ഇനി ഞാൻ പറഞ്ഞു, ഇനി എല്ലാവരും ശ്രദ്ധിക്കൂട്ടോ. ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ് ഷെല്ലാണ് ഉണ്ടാവുക. എത്ര ഉണ്ടാവുക? ഒരു സബ് ഷെൽ. ഇത് പുതിയൊരു അറിവാണ് നമുക്ക്. ഒന്നാമത്തേല് എത്ര സബ് ഷെൽ ഉണ്ടാവും? ഒരു സബ് ഷെല്ല്. രണ്ടാമത്തേല് എത്ര സബ് ഷെൽ ഉണ്ടാവും? 2 സബ് ഷെല്ല്. എത്ര ഉണ്ടാവുക? 2. അപ്പൊ മൂന്നാമത്തേലോ? ഒന്നാമത്തേലോ 1, രണ്ടാമത്തേലോ 2, മൂന്നാമത്തേലോ എത്ര ഉണ്ടാവുക? മൂന്നാമത്തേല് 3 കറക്റ്റ്. ഓക്കെ, അപ്പൊ നാലാമത്തേലോ? നാലാമത്തേല് എത്ര സബ് ഷെൽ ഉണ്ടാവും? 4 കറക്റ്റ്. ഓക്കെ, അപ്പൊ നോക്കൂ കേട്ടോ, ഞാൻ എഴുതാൻ പോകട്ടോ. ഇവിടെ 4 സബ് ഷെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊക്കെയാ സബ് ഷെല്ലിൽ നിന്ന് ഒന്ന് നോക്കാം. 1 എസ്, 2 പി, 3 ഡി, 4 എഫ്. അപ്പൊ 4 സബ് ഷെല്ലിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു. എസ്, പി, ഡി, എഫ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം. ഒന്നാമത്തെ ഒരു സബ് ഷെൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ സബ് ഷെൽ എഴുതി എസ്. ഓക്കെ അല്ലേ? ഇപ്പൊ രണ്ടാമത്തെ 2 സബ് ഷെൽ ഉണ്ടാവും. അത് ഏതൊക്കെയാ? എസും പിയും. ഓക്കെ അല്ലേ? ഇപ്പൊ രണ്ടാമത്തെ 2. അപ്പൊ മൂന്നാമത്തെ ഏതൊക്കെ ഉണ്ടാവുക ഒന്ന് പറഞ്ഞേ? മൂന്നാമത്തെ ഏതൊക്കെ ഉണ്ടാവും? എസ്, പിന്നെ പി. പറഞ്ഞോളൂ ബാക്കി ഏതാ ഉണ്ടാവുക? ഡി. കറക്റ്റ്, എസ് പി ഡി. അപ്പൊ നാലാമത്തേലോ? എസ്, പി, ഡി, എഫ്. അപ്പൊ നോക്കുക. ഒന്നാമത്തേല് ഒരു സബ് ഷെല്ല്, രണ്ടാമത്തേല് 2 സബ് ഷെല്ല്, മൂന്നാമത്തേല് 3 സബ് ഷെല്ല്, നാലാമത്തേല് 4 സബ് ഷെല്ല്. ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും? ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്ന അറിയോ? ഓരോ സബ് ഷെല്ലും എത്ര ഇലക്ട്രോൺ വീതം, എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കണം. അണ്ടേ, എത്ര ഇലക്ട്രോൺ വീതം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പൊ നോക്കാം. ഇവിടെ കെയിലാകെ 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ആകെ എസ്സിൽ 2 ഇലക്ട്രോൺ. അപ്പൊ എല്ലാ എസ്സിലും എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഉണ്ടാവും അല്ലേ? എല്ലാ എസ്സിലും ഞാൻ 2 എഴുതിയിട്ടാ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. നോക്കാം. അപ്പൊ എസ്സിന് കഴിഞ്ഞു അല്ലേ? ഇനി രണ്ടാമത്തേക്ക് നോക്കാം നമുക്ക്. നോക്കിയാ രണ്ടാമത്തേലും മൊത്തം എത്ര ഇലക്ട്രോണിനെ കൊള്ളും? 8 ഇലക്ട്രോണിനെ കൊള്ളും. എസ്സിൽ 2 ഇലക്ട്രോൺ പോയി. 8 2 പോയി എത്ര ബാക്കി? എത്ര വരിക? 8 2 പോയി എത്ര വരിക? അതന്നെ 6. അപ്പൊ പിയില് 6 ഇലക്ട്രോൺ. അപ്പൊ എല്ലാ പിയിലും എത്ര ഉണ്ടാവും? 6 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? യെസ്, എല്ലാ പിയിലും 6 ഇലക്ട്രോൺ. ഓക്കെ ആണ്. അപ്പൊ 2 കംപ്ലീറ്റ് ആയി ഇല്ലേ? ഇനി മൂന്നാമത്തേക്ക് പോവാം. നോക്ക്. മൂന്നാമത്തേക്ക് നോക്കിയാൽ എത്ര ഇലക്ട്രോണെ കൊള്ളും? 18 ഇലക്ട്രോൺ. അതില് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട് അല്ലേ? എസ്സിൽ എത്ര പോയി? 2 പോയി. പിയിൽ എത്ര പോയി? 6 പോയി. ഇപ്പൊ 2 6 കൂടി കൂട്ടിയപ്പോ എത്ര കിട്ടിയേ? 2 6 കൂടി കൂട്ടിയപ്പോ 2 6 കൂടി കൂട്ടിയപ്പോ 8 കിട്ടിയില്ലേ? 18 8 പോയി എത്രയാ? 18 8 പോയി എത്രയാ പറയേ? എത്ര വരിക? 10 അല്ലേ? 10 ഇലക്ട്രോൺ ഡിയിൽ വന്നു. കണ്ടോ? ഇപ്പൊ എല്ലാ ഡിയിലും എത്ര ഇലക്ട്രോണെ കൊള്ളും മാക്സിമം? 10. ഡിയിൽ 10 ഇലക്ട്രോൺ വരെ കൊള്ളും. ഇതിൽ എഴുതിയിട്ടാ 10. ഇനി നാലാമത്തേക്ക് പോയി. നാലാമത്തിന് മൊത്തത്തിൽ ഇലക്ട്രോണെ കൊള്ളും 32. ഇപ്പൊ ഞാൻ കൂട്ടാട്ടാ. 2 6 8, 8 10 18,
18നോട് എന്ത് കൂട്ടിയാൽ 32 കിട്ടുക? 18ഉം പറഞ്ഞോ എത്രയാ? 18ഉം എന്താ ചെയ്യാ? 32 കുറച്ചോട് എത്രയാ? 32 18 കുറച്ച് എത്ര കിട്ടുക? പറഞ്ഞോ എത്രയാ? 14. കറക്റ്റ്. ഓക്കെ, കണക്കൊക്കെ വേഗത്തിൽ കൂട്ടണം കേട്ടാ. അപ്പോൾ അത് കിട്ടി. ഇനി നോക്കാം, ഇതാണ് ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോണിനെ വരെ മാക്സിമം കൊള്ളും എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കുക, ഒന്ന് എഴുതിയെടുക്കാം. നമുക്ക് നോക്കാം. 1s2 ഇങ്ങനെ എഴുതാം. നമുക്ക് എന്താ എഴുതാം? 1s2 കണ്ടോ? 1s2 എവിടുത്തെ എങ്ങനെ എഴുതിക്കൂടെ? 2s2 എഴുതാം അല്ലേ? 2s2. അടുത്ത എഴുതിക്കൂടെ? 2p6 എഴുതിക്കൂടെ? അടുത്ത് നോക്കിയേ കണ്ടോ? 2p6 ഇങ്ങനെ എഴുതാം അല്ലേ? അടുത്ത് നോക്കി എങ്ങനെ എഴുതിക്കൂടെ? 3s2. എഴുതിക്കോ, എല്ലാവരും ഒരുമിച്ച് എഴുതാം. എല്ലാവരും എൻ്റെ ഒപ്പം ഒരുമിച്ച് എഴുതാം. 3s2 നോക്കുക, ഇതിങ്ങനെ എഴുതിക്കോളോ? 3p6 അല്ലേ? 3p6. അടുത്ത് നോക്കിയാ 3d10 കണ്ടോ? 3d10 ഒപ്പം എഴുതുന്നില്ല എല്ലാവരും? ഓക്കെ അല്ലേ? എഴുതി നോക്കാം. നാലാമത്തെ നോക്കാം. നമുക്ക് നോക്കാം നാലാമത്തെ നോക്കിയാ 4s2 കണ്ടോ? 4s2 4p6 കണ്ടോ? ഇങ്ങനെ എഴുതിയില്ലേ? 4p6 അല്ലേ? അടുത്തെന്താ? 4d10 എഴുതിക്കോ എല്ലാവരും. 4d10. അടുത്തെന്താ? അവസാനത്തെന്താ? 4f14 അല്ലേ? 4f14 അല്ലേ? എല്ലാവരും എഴുതിണ്ടാവും. നമുക്ക് ഒന്നുകൂടി ഇത് എഴുതിയെടുക്കാം. ഇവിടെ നോക്കൂട്ടാ, എല്ലാവരും നോക്കാം. അപ്പുറത്തെ പേജിൽ എഴുതാം. നമുക്ക് നോക്കാം. 1s2 എല്ലാവരും ഉറക്കെ പറഞ്ഞോ? 2s2 പറഞ്ഞോ എല്ലാവരും ഉറക്കെ? 2s2. ബാക്കി 2p6. അപ്പൊ 2 രണ്ടെണ്ണം കഴിഞ്ഞു അല്ലേ? ഇനി 3s2 പറഞ്ഞോ? 3p6. ഓക്കെ, അടുത്ത 3d10. അടുത്തതാ 3d കഴിഞ്ഞില്ലേ? മൂന്നാമത്തിന് 3 ഉണ്ടാവുള്ളൂ. ഈ നാലാമത്തെ 4s2 കണ്ടോ? അടുത്തതാ പറയാം നമുക്ക് 4p6 കണ്ടോ? അടുത്തെന്താ? 4d10. അടുത്തെന്താ? 4f14. ക്ലിയർ ആയി എല്ലാവർക്കും? അതായത് നോക്കാം, ഒന്നാമത്തേല് ഒരു സബ്ഷെല്ല്, രണ്ടാമത്തേല് 2 സബ്ഷെല്ല്, മൂന്നാമത്തേല് 3 സബ്ഷെല്ല്, നാലാമത്തേല് 4 സബ്ഷെല്ല്. ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു, ഒന്നാമത്തേല് എസ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേല് എസും പിയും ഉണ്ട്, മൂന്നാമത്തേല് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട് അല്ലെ? നാലാമത്തേലോ എസ് പി ഡി എഫ് 4 ഉണ്ട് അല്ലെ? ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മളിത് മനസ്സിലുണ്ടാവട്ടെ. എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പറയാം. 1s2 2s2 2p6 3s2 3p6 3d10. പിന്നെ അടുത്തതാ 4s2 4p6 4d10 4f14. എല്ലാവരും മനസ്സിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഓരോ ആറ്റത്തിലും ഉള്ള ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാൻ പോകണം. ഓക്കെ അല്ലേ? നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. എന്താ? ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെയോ എണ്ണത്തിനെയാണ് എന്ത് വിളിക്കുക? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക അല്ലേ? പഠിച്ചിട്ടില്ല എല്ലാവരും? അപ്പോൾ ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? അറ്റോമിക് നമ്പർ 1 ആയ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1 ഇലക്ട്രോൺ. അപ്പൊ ഞാൻ ഇതിനെങ്ങനെയാ വരയ്ക്കുക നോക്കാം. നമുക്ക് സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട് ഇല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും നോക്കിയ ഷെല്ലുകൾ ഉണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിച്ചു ഇല്ലേ? ആ ന്യൂക്ലിയസിന് എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഹൈഡ്രജൻ ആ വിചാരിക്കുക. ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ. ഇത് ഒന്നാമത്തെ ഷെല്ല 1s ആ വിചാരിക്കുക. ഇതിൽ ഇലക്ട്രോൺ നിറഞ്ഞു കണ്ടോ? 1s നിറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ എഴുതുക? എങ്ങനെ എഴുതുക? നോക്കിയേ, 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ. 1 ഇത് ഒന്നാമത്തെ ഷെല്ല്, ഒന്നാമത്തെ സബ് ഷെല്ല്, എസ് 1. ക്ലിയർ അല്ലേ എല്ലാവർക്കും? 1s1. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത ഹീലിയം. അറ്റോമിക് നമ്പർ 2 ആണ്. കണ്ടോ? ഞാൻ വരച്ചു കേട്ടോ. ഹീലിയം എഴുതി കണ്ടോ? ക്ലിയർ? ഹീലിയത്തിൽ നോക്കുക. എസ്സിൽ എത്ര ഇലക്ട്രോൺ വരെ കൊള്ളുന്ന പറഞ്ഞാൽ 2 ഇലക്ട്രോൺ അല്ലേ? എസ്സില് 1 മുതൽ 2 ഇലക്ട്രോൺ വരെ കൊള്ളും. പിയില് 1 മുതൽ 6 ഇലക്ട്രോൺ വരെ കൊള്ളും. ഡിയില് 1 മുതൽ 10 ഇലക്ട്രോൺ വരെ കൊള്ളും. എഫില് 1 മുതൽ 14 ഇലക്ട്രോൺ വരെ കൊള്ളും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നതാ. നോക്കുക, ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. നോക്കിയാ അറ്റോമിക് നമ്പർ 2 ആ. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ആകെ? 2 ഇലക്ട്രോൺ. പറയടാ അല്ലേ? അപ്പൊ നോക്കിയാ 2 ഇലക്ട്രോൺ അല്ലേ ഉണ്ടാവുക? ഇവിടെ നോക്കുക എല്ലാവരും. അപ്പൊ നോക്കിയാ 1 2. ഓക്കെ അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? നോക്കിയാ 2 ഇലക്ട്രോണെ കണ്ടു എല്ലാവരും അല്ലേ? നോക്കിയാ ഹീലിയത്തിന് 2 ഇലക്ട്രോൺ. അപ്പൊ ഞാൻ എഴുതാ ഒന്നാമത്തേലല്ലേ? ഇത് ഒന്നാമത്തെ ഷെല്ലല്ലേ? ഇത് ഒന്നാമത്തെ ഷെല്ലല്ലേ? എസ്. അപ്പൊ എന്താ എഴുതി? 1s2. എസ്സിൽ 2 ഇലക്ട്രോൺ വരെ കൊള്ളും. ഓക്കെ ആണോ എല്ലാവർക്കും? സെറ്റ് അല്ലേ എല്ലാവർക്കും? റെഡി അല്ലേ എല്ലാവർക്കും? സെറ്റ്. അടുത്തേക്ക് പോകാം നമുക്ക്. ലിഥിയം. അറ്റോമിക് നമ്പർ എത്ര ലിഥിയത്തിന്റെ? പഠിച്ചിട്ടുണ്ടോ എല്ലാവരും?
ലിഥിയത്തിന് എത്ര പറഞ്ഞോ? 3 അല്ലേ? ഓക്കെ അല്ലേ? പറയണ മക്കളെ, ഓക്കെ അല്ലേ? എത്ര ഇലക്ട്രോൺ ഉണ്ട് ലിഥിയത്തില്? 3 അറ്റോമിക് നമ്പർ ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? പറഞ്ഞോ, എത്ര ഉണ്ടാവും? 3 എണ്ണം അല്ലേ? അല്ലേ? അറ്റോമിക് നമ്പർ 3 വെച്ചാൽ 3 ഇലക്ട്രോൺ. അപ്പൊ ഞാൻ അങ്ങനെ വരയ്ക്കുക, ഇവിടെ വരയ്ക്കാട്ടോ, മാറ്റി വരയ്ക്കാട്ടോ. യെസ്, ഇത് ലിഥിയത്തിന്റെ അറ്റ, ലിഥിയം. അപ്പൊ എഴുതേണ്ട ലിഥിയം കണ്ടോ, Li. നോക്കുക, ഒന്നാമത്തെ ഷെല്ല് വരച്ചു, രണ്ടാമത്തെ ഷെല്ല് വരച്ചു അല്ലേ? ഒന്നാമത്തെ ഷെല്ല് എന്താ പേരിട്ടെ? 1s, രണ്ടാമത്തെ 2s അല്ലേ? ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇത് കഴിഞ്ഞാൽ നേരെ ഇങ്ങടാ പോകണ്ടോ? കണ്ടോ, യെസ്, ഇലക്ട്രോൺ പോകുന്നു. ഓക്കെ, മൊത്തത്തിൽ ഇലക്ട്രോൺ 3 എണ്ണം ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു എസിനകത്ത് ഇലക്ട്രോൺ വരെ കൊള്ളുക 2 ഇലക്ട്രോൺ. 1 2. അപ്പൊ എത്രയായി? 1s2 അല്ലേ? ഇനി ബാക്കിയത്തെ ഇലക്ട്രോൺ ഉണ്ട് 3 ഇലക്ട്രോണിലെ മൊത്തം. ഇവിടെ 2 ഇലക്ട്രോൺ കഴിഞ്ഞു, ഇനി ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ട് അല്ലേ? അതെങ്ങോട്ട് പോകും? 2sലേക്ക് പോകും. കണ്ടോ? അപ്പൊ ഞാൻ എന്താ എഴുതി? 1s2 2s1. എല്ലാവർക്കും ഓക്കെ അല്ലേ? ആണോ? ഇനി അടുത്ത് നമുക്ക് എഴുതി തുടങ്ങില്ല. അങ്ങനെ നോക്കാം. ഹൈഡ്രജനിലെ അറ്റോമിക് നമ്പർ 1 ആണ്, 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ സബ്ഷനിലേക്ക് പോയി കേട്ടോ, 1s, 1 ഇലക്ട്രോണേ ഉള്ളൂ, അതുകൊണ്ട് എഴുതി 1s1. അടുത്തൊക്കെ ഹീലിയം. ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ആകെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എന്താ ഇങ്ങടാ പോയി നോക്കിയേ, ഒന്നാമത്തെ എസിലെത്തി ഇലക്ട്രോൺ വരെ കൊള്ളും, 2 എണ്ണം കൊള്ളില്ലേ? അപ്പൊ 1s2 കണ്ടില്ലേ? എസിൽ 2 എണ്ണം കൊണ്ടു, 1s2. നോക്കിയേ, അടുത്ത് നോക്കിയേ ലിഥിയം. ലിഥിയത്തിൽ മൊത്തം 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഒന്നാമത്തേല് 2 ഇലക്ട്രോൺ എന്ന് അറിഞ്ഞു അല്ലേ? ബാക്കി ഒരു ഇലക്ട്രോൺ കൂടി ഇല്ലേ? അത് എങ്ങോട്ട് ചാടി? എങ്ങോട്ട് കുചാരാ? ആ രണ്ടാമത്തേക്ക് ചാടി അല്ലേ? 2s1. നോക്കിയേ, ഞാൻ ഇവിടെ എഴുതിയില്ലേ? 1s2 2s1. ഓക്കെ ആണോ മക്കളെല്ലാവരും? ശ്രദ്ധിക്കുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക. എളുപ്പമല്ലേ ഇതൊക്കെ പഠിക്കാൻ? ഓക്കെ, എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. വളരെ എളുപ്പമാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം നമുക്ക്. ഓക്കെ, ലിഥിയം കഴിഞ്ഞ അടുത്താരാ? ബെർലിയം, അറ്റോമിക് നമ്പർ 4. അപ്പോ നമുക്ക് എഴുതാം. ഞാനൊരു എളുപ്പത്തിൽ വരയ്ക്കാട്ടോ. ഇത് ന്യൂക്ലിയസ് ആണെന്ന് കരുതുക. എല്ലാവരും ശ്രദ്ധിക്കണ്ട. ഇതെന്താ പേരെന്താ? ഇത് ന്യൂക്ലിയസ്. എന്താ ഇത്? ന്യൂക്ലിയസ് അല്ലേ? ആ ന്യൂക്ലിയസിന് ചുറ്റും ഒന്നാമത്തെ ഷെല്ല് ഏതാ? 1s അല്ലേ? ഒന്നാമത്തെ സബ്ഷെല്ല് 1s ആണ് അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തേക്ക് പോയി അല്ലേ? 2s അല്ലേ? പോയില്ലേ? അടുത്ത പോയി 2s കഴിഞ്ഞാൽ ആരാ? നമ്മൾ നേരത്തെ എഴുതി എന്താ? 2s കഴിഞ്ഞാൽ 2p, രണ്ടാമത്തിൽ 2 എണ്ണം ഉണ്ടാവും അല്ലേ? പിന്നെ മൂന്നാമത്തെ 3s അല്ലേ? 3s കഴിഞ്ഞാൽ ആരാ? 3p അല്ലേ? 3p കഴിഞ്ഞാൽ ആരാ? 3d അല്ലേ? 3d കഴിഞ്ഞാൽ ആരാ? 4s അല്ലേ? 4s കഴിഞ്ഞാൽ ആരാ? 4p അല്ലേ? ഇനി നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. അതിന്റെ അപ്പുറത്തായിരിക്കും 4d ആയിരിക്കും, അതിന്റെ അപ്പുറത്ത് 4f ആയിരിക്കും അല്ലേ? നോക്കുക, 4d 4f. ഓക്കെ അല്ലേ? ഇനി എല്ലാവരും ശ്രദ്ധിക്കൂ. ഇപ്പൊ ബെർലിയയിലെ ബെർലിയത്തിന് ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ അല്ലെ? എത്ര ഇലക്ട്രോണാ? 4. ഓക്കെ, റെഡി? ബെർലിയത്തിന് 4 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? അറ്റോമിക് നമ്പർ 4 ആണ് ബെർലിയത്തിന്റെ. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 4 ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ അല്ലേ? അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അറിയോ? നോക്കിയേ, ആദ്യത്തെ ഷെല്ലിലേക്ക് പോയി. കണ്ടോ, ബെർലിയട്ടത് 1s നിറഞ്ഞു. 1sൽ എത്ര ഇലക്ട്രോൺ വരെ നിറയും? 1sൽ 2 ഇലക്ട്രോൺ വരെ അറിയും അല്ലെ? ഇപ്പൊ 2 എഴുതി കോമ അല്ലെ? അപ്പൊ ഞാൻ എന്താ 2 ഇലക്ട്രോൺ കയറി. അപ്പൊ 2 ഇലക്ട്രോൺ കയറി ഞാൻ എന്താ എഴുതണ്ടേ? എന്തെഴുതണം? 1sക്കല്ലേ പോവുക. ഞാൻ എഴുതി എന്താ? 1sക്ക് പോയി. 1s ഇലക്ട്രോൺ 2 അല്ലേ? 1s2 പറയടാ, ഉറക്കെ പറഞ്ഞോ. ഏതാ? 1s2. ക്ലിയർ. അടുത്ത ഏതാ? 1s2 കഴിഞ്ഞു. മൊത്തം 4 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ കൂടി പോയി, 1sക്ക് പോയി. ബാക്കി എത്ര ഇലക്ട്രോണാ? പറഞ്ഞോ, എത്രയാ? 2. അതന്നെ. അതെങ്ങടാ പോവാ? രണ്ടാമത്തേക്ക് പോയി. ഇതിലേക്ക് പോയില്ലേ? ഇവിടെ തന്നെ നോക്കിയേ, ബാക്കി 2 എണ്ണം ഇവിടെ നിറഞ്ഞു അല്ലേ? എസിൽ മാക്സിമം 2 ഇലക്ട്രോണെ നിറയുന്നു പറഞ്ഞു. 1s2 കഴിഞ്ഞപ്പോ 2s2. ക്ലിയർ ആയില്ലേ? പറഞ്ഞോ, ശരി തന്നെ, അതന്നെ കറക്റ്റ്. ഉറക്കെ വിളിച്ചു പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? അടുത്ത് ഞാൻ പറയാം, ബോറോൺ, അറ്റോമിക് നമ്പർ 5. ഇനി നിങ്ങൾ പറയും, എല്ലാവരും നിങ്ങൾ പറഞ്ഞോ. 1s2 പറഞ്ഞോ. അടുത്ത 1s2 മൊത്തത്തിൽ 5 ഇലക്ട്രോൺ അല്ലേ? ഇപ്പൊ 2 എണ്ണം പോയി. ബാക്കി എത്ര ഉണ്ട്? 3 അല്ലേ? എത്ര ഇലക്ട്രോൺ ഉണ്ട് ബാക്കി? 3. ഇനി രണ്ടാമത്തേക്ക് പോയി 1s2 കഴിഞ്ഞ് അടുത്തേക്ക് പോയി 2s2 അല്ലേ? 2sൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2. ഇപ്പൊ 2 2 4 കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അതാ ഇങ്ങോട്ട് പോയി. കണ്ടോ, 2p1 കറക്റ്റ് ആണ്. 2s2 കഴിഞ്ഞാൽ അടുത്തേക്ക് നിറഞ്ഞു. 2p കഴിഞ്ഞാൽ അടുത്ത 3sലേക്ക് പോകും അല്ലേ? ഇനി അടുത്ത് നോക്കാം, ബോറോൺ കഴിഞ്ഞാൽ അടുത്താണ് കാർബൺ, അറ്റോമിക് നമ്പർ 6. കണ്ടില്ലേ? നോക്കാം, നമുക്ക് ഒരുമിച്ച് എഴുതാം. പറഞ്ഞോ, നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. 1s2 പറഞ്ഞോ, 2s2 കണ്ടോ, 2pയിൽ എത്ര ഉണ്ടാവും നോക്കിയേ? 2 2 4. മൊത്തത്തിൽ ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ അല്ലേ? പിയിലേക്ക് പോയി 2 എണ്ണം. 2p2 കണ്ടോ, പിയിൽ 2 എണ്ണമായി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, നൈട്രജൻ, അറ്റോമിക് നമ്പർ 7. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ എഴുതി? മൊത്തം 7 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അത് ഒന്നാമത്തേക്ക് പോയി 1s2.
2s2. ബാക്കി എത്രയാ നോക്കി 2 2 4 ബാക്കി 3 ബാക്കിയുണ്ട് അല്ലേ അങ്ങനെ പോവുക 2p അല്ലേ എത്ര 2p3 അല്ലേ 2 2 4 3 7 ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അടുത്ത് നോക്കാം ഓക്സിജൻ ആറ്റം നമ്പർ 8 നോക്കിയേ മൊത്തത്തെ ഇലക്ട്രോൺ ഓക്സിജനിൽ ഓക്സിജൻ ആറ്റം നമ്പർ 8 ആണ് അല്ലേ 8 ആകുമ്പോൾ നോക്കുക ഒറ്റ നമ്പർ 8 ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും 8 ഇലക്ട്രോൺ അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ 1s2 മക്കളെ ഇവിടെ ശ്രദ്ധിക്കടാ എല്ലാവരും ശ്രദ്ധിക്കുക 1s2 2s2 കണ്ടോ നോക്കുക എല്ലാവരും നോക്കിയാ 2 2 4 ബാക്കി എത്ര ഉണ്ട് 4 അല്ലേ ബാക്കി എങ്ങോട്ട് പോയി 2p പോയില്ലേ 2p4 ഓക്കെ സെറ്റ് ആയാലും 1s2 2s2 2p4 സെറ്റ് ആയി അപ്പൊ നോക്കിയാൽ മൊത്തം 8 ഇലക്ട്രോൺ ഉണ്ടായി ഒന്നാമത്തിൽ 2 പോയി 1s2 അത് കഴിയുമ്പോൾ എസിലേക്ക് പോയി 2s2 ബാക്കി എത്ര ബാക്കിയുണ്ട് 8 നോക്കിയാ പിയിൽ ഞാൻ മൊത്തത്തെ ഇലക്ട്രോണെ കൊള്ളുന്ന പറഞ്ഞേ മൊത്തം 6 ഇലക്ട്രോണെ കൊള്ളുന്നു പറഞ്ഞു അല്ല 2p കംപ്ലീറ്റ് ആയി ഇല്ലേ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഓക്സിജൻ കഴിഞ്ഞ അടുത്ത ആറ്റേതാ അടുത്ത എലമെന്റ് ഏതാ യെസ് അടുത്തേതാ ഓക്സിജൻ കഴിഞ്ഞാൽ പറയേ ഫ്ലോറിൻ ആണോ ഫ്ലോറിൻ അറ്റോം നമ്പർ 9 അല്ലേ അല്ലേ എഴുതങ്ങനെയാ 1s2 2s2 2p എത്ര ഉണ്ടാവും 2 2 4 4 എന്ത് കൂട്ടാൻ നോക്കുക 9 വേണ്ടേ ഇനി എത്ര കൂടി കൂട്ടണം 5 2p5 അല്ലേ 2p5 ആയി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നോക്കിയ 2p5 കണ്ടോ 2p5 കണ്ടില്ലേ യെസ് നോക്കിയ 2p5 ആയി അല്ലേ അടുത്ത് നോക്കാം നമുക്ക് അടുത്തേതാ ഫ്ലോറിൻ കഴിഞ്ഞ അടുത്ത ആറ്റേതാ പഠിച്ചിട്ടില്ലേ ഹീലിയം നിയോൺ പഠിച്ചില്ലേ ആ ഗ്രൂപ്പ് പഠിച്ചില്ലേ ഏതാ നിയോൺ ആറ്റം നമ്പർ 10 അല്ലേ 10 അല്ലേ നമുക്കൊന്ന് എഴുതി നോക്കല്ലേ നോക്കിയേ 1s2 2s2 2p6 പിയിൽ 6 ഇലക്ട്രോൺ നിറഞ്ഞു അല്ലേ നോക്കിയേ നിയോൺ നോക്കിയ പിയിൽ 6 ഇലക്ട്രോൺ വരെ നിറഞ്ഞു നോക്കാം അപ്പൊ എത്ര ഇലക്ട്രോൺ ആയി 10 നോക്കുക 2 2 4 6 10 ഓക്കെ ആണോ റെഡി ഓക്കെ അല്ലേ അടുത്ത് നമുക്കൊന്ന് പറയാം നോക്കിയ സോഡിയം ആറ്റം നമ്പർ 11 ഓക്കെ അല്ലേ 11 അല്ലേ നോക്കാം നമുക്കൊന്ന് എഴുതി നോക്കാം 1s2 2s2 2p6 കഴിഞ്ഞ് ഞങ്ങളാ പോവുക ഇങ്ങോട്ട് നോക്കിയേ 2p6 കഴിഞ്ഞ് ഞങ്ങളാ പോവുക ദാ 2p6 നിറഞ്ഞു അല്ലേ ഇനി ഞങ്ങളുടെ പോവുക 3s പോയില്ലേ ഓക്കെ 3s1 ആണോ അല്ലേ അപ്പൊ മക്കളെ ഓക്സിജൻ വരെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പഠിച്ചു അല്ലേ അപ്പൊ എല്ലാവരും പഠിച്ചു ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ